കുട്ടികൾ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ഞാനും വിചാരിച്ചു ഈ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് സെമിയിൽ കയറി എങ്ങനെ ഫൈനലിൽ കയറി കപ്പടിക്കുമെന്നൊക്കെ വിചാരിച്ചു. ഭാഗ്യം ബ്ലാസ്റ്റേഴ്സിന്റെ മാനം കാത്തു. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ ആദ്യം പറയണത് നമ്മുടെ ഡേവിഡ് കറ്റ എന്നുള്ള ഹെഡ് കോച്ചിനാണ്. പ്ലേയേഴ്സിന്റെ കാര്യം പോട്ടെ, അതിലേക്ക് ഞാൻ വരാം. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്, ഈ പ്ലേയിങ് ലെവലിൽ 6 ഫോറിനേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ട് ഇത്രയും നല്ലൊരു കിണ്ണം കാച്ചി ലൈനപ്പിൽ കിട്ടിയിട്ട് എന്ത് പൊട്ട സ്ട്രാറ്റജിയാണ് ആ പിച്ചിൽ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അല്ല, ഞാനിങ്ങനെ എക്സൈറ്റ്മെന്റിൽ കാണുകയാണ്. കാരണം കഴിഞ്ഞ 2 കളികളിലും നമുക്കൊരു എക്സ്പെരിമെന്റൽ ലെവലിൽ ഇറക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളെക്കാളും ചെറിയ ടീമാണ് താരതമ്യേന വെച്ച് നോക്കുമ്പോൾ. സോ നമുക്ക് അവിടെ ഒരു പരീക്ഷണം നമുക്ക് എന്തായാലും വരുത്താം, ഈ പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസും എബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എതിരാളി മുംബൈ സിറ്റിയാണ്. സോ അതിനനുസരിച്ചുള്ള ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് ലെവൽ തന്നെ ഇറക്കണം. അതുപോലെ തന്നെ ഇറക്കും ചെയ്തു. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പ്ലേയിങ് ലെവൻ കണ്ടപ്പോൾ. അടിപൊളിയായിരിക്കും, ഇന്ന് ഗോൾ അടിച്ച് കൂട്ടുന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് ഡ്രോ മതി. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് ഡ്രോ മാത്രം മതി. അതായത് എന്തിനാണ് ഇങ്ങനെ 0-0 കടിച്ച് തൂങ്ങി നിൽക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി. എന്നാ പിന്നെ ഒരു ഗോൾ അടിച്ചിട്ട് ആ ഒരു ഗോൾ അടിക്കാനുള്ള അറ്റാക്കിംഗ് മെന്റാലിറ്റി എങ്കിലും കോച്ച് ചെയ്തു കൊടുക്കണ്ടേ ഈ പ്ലേയേഴ്സിന്. ഇത് കിക്ക് ഓഫ് മുതൽ അവസാനം വരെയും ബോൾ നമ്മുടെ ഹാഫിലാ. എനിക്ക് മനസ്സിലാവുള്ളൂ ഇതെന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യും. പിന്നെ എന്തിനാണ് ഇത്രയും ലെങ്ത് സ്കോറിന് ഇറക്കിയിരിക്കുന്നത്, എനിക്ക് ഇത് തീരെ മനസ്സിലാവാത്തൊരു കാര്യമാണ്. അവിടെ ടിയാഗോ ഉണ്ട്, നോഹ ഉണ്ട്, ഒബി ഉണ്ട്, ലൂണ ഉണ്ട്, ബാക്കിൽ നമ്മുടെ ഹുവാൻ ഉണ്ട്. എന്താ പരിപാടി എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കണം. അല്ല, ഈ കിക്ക് ഓഫ് മുതൽ അവസാനം വരെ നമ്മുടെ ഹാഫിലാണ് പന്ത്. എന്നാ പിന്നെ ജസ്റ്റ് ഒരു ഗോൾ അടിക്കാനുള്ള ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി കാണിക്കേണ്ട ഒരു മര്യാദ നമുക്കുണ്ട്. കാരണം എതിരാളി മുംബൈ സിറ്റിയാണ്. അവർക്ക് ഒരു ഗോൾ അടിച്ചാൽ നമ്മുടെ കഥ കഴിഞ്ഞു. അതാലോചിക്കണ്ടേ. പിന്നെ എന്തിനാണ് ഇത്രയും ആൾക്കാരെ മുമ്പിലോട്ട് പറഞ്ഞത്? സെക്കൻഡ് ഹാഫ് ഇതിലും വലിയ കോമഡിയാ. അതായത് ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല, ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുന്ന 0-0 എന്ന ആ ഒരു ഇതിലാണ്. അവർക്ക് മുംബൈ സിറ്റിക്ക് താരതമ്യേന ഒരൊറ്റ ഗോൾ മതി അവർക്ക് കയറി വരാൻ. ഓക്കെ, ഈ ഒരു റിയാലിറ്റി മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഫ്രണ്ടിൽ കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സിനെയും സബ് എടുത്തിട്ട് ബാക്കിലേക്ക് ഒരുപാട് പ്ലേയേഴ്സിനെ ഇറക്കിട്ടു. അത് ആരെയൊക്കെ സബ് ചെയ്തെന്ന് ആലോചിക്കണം. നോഹനെ, ലൂണനെ, തിയാഗോനെ ഇവരൊക്കെ കയറ്റി വിട്ടിട്ട് ഫ്രണ്ടിൽ ഒരുത്തൻ നിഹാൽ മാത്രം ഒറ്റ കളിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരെയും ബാക്കിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. എന്നിട്ട് എന്തുണ്ടായി? ശരി, ആ ഈ മുംബൈ സിറ്റി കഷ്ടപ്പെട്ട് ഗോൾ അടിച്ചാണെങ്കിൽ നമുക്കത് സഹിക്കാം. ഓക്കെ, പക്ഷേ ഈ അറ്റാക്കേഴ്സിനൊക്കെ സബ് ചെയ്തിട്ട് ഡിഫൻസിനെ മാത്രം ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ആ ഡിഫൻസിന്നേ പിഴവ് വന്നിട്ട് ഒരു തൊലിഞ്ഞ സെൽഫ് ഗോൾ കാരണം നമ്മൾ നാണം കെട്ട് തോക്കേണ്ട അവസ്ഥ. അതും എത്ര ഈസി ആയിട്ട് ജയിക്കേണ്ട ഒരു കളി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ച എന്റെ കോച്ച് നന്ദി നമസ്കാരം. ഇതെനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ കുപ്പി വലിച്ചെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മേലെ നല്ല തെറ്റുണ്ട് കോച്ചെ. അത് എവിടെ പോയിട്ട് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾ പൊട്ടത്തര ചെയ്തത്. ഇത്രയും നല്ല സ്ട്രോങ് ടീമിനെ ബിൽഡ് ചെയ്യിപ്പിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഗോൾ അടിക്കാനുള്ള ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി കൊടുക്കണമായിരുന്നു. ഐ മീൻ അറ്റാക്കിംഗ് സ്ട്രാറ്റജി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമായിരുന്നു. പക്ഷെ അത് ചെയ്യാണ്ട് ഈ ഫുൾ ലെങ്ത് മാച്ചിലും ഡിഫൻസിൽ മാത്രം താങ്ങി നിന്നിട്ട് ഈ കളി ജയിക്കാന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, ഒരു സൂസൈഡ് അറ്റംപ്റ്റ് തയ്യാറാണ്. അതൊരു മുംബൈ സിറ്റി പോലുള്ള ഒരു ടീമിനെ വെച്ചിട്ട്. കാരണം അവന്മാരെ എങ്ങനെ ജയിക്കും പറഞ്ഞിട്ട് വന്ന ടീമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മുംബൈ സിറ്റി അയ്യോ ഇതെങ്ങനെ ജയിക്കോ ജയിക്കില്ല എന്നുകൊണ്ട് 50-50 മേലെ വന്ന ടീമാണ്. അവർക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് അവര് കയറിപ്പോയി. നമ്മൾ വായിൽ വിരലിട്ടിരിക്കുക. അതേ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ. പിന്നെ പ്ലെയേഴ്സ്, എന്റെ സന്ദീപ്, നീയൊക്കെ എത്ര കാലമായിട്ട് ഇവിടെ കളിക്കുന്നുണ്ട്. ഒരു കുറച്ചെങ്കിലും സെൻസിബിൾ ആയിട്ട് കളിക്കാൻ അറിയില്ലേ? അല്ല, ടീം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ എന്തിനാ വെറുതെ ആ സെക്കൻഡ് യെല്ലോ കണ്ട കാഴ്ച എന്റെ പൊന്നോ. ഇതിനേക്കാളും ഇവിടുത്തെ കണ്ടംകളി പിള്ളേര് നീറ്റായിട്ട് കളിക്കും, ഡിസിപ്ലിനോട് കൂടി കളിക്കും. കുറെ വർഷമില്ലേ, വല്ല കാര്യമുണ്ടോ? പിന്നെ സെക്കൻഡ് ഹാഫിൽ ലൂണിനൊക്കെ കേട്ടിട്ട് ആരിനെ ഇറക്കി നടക്കണം? ഡാനിഷിനെ. ഈ മിസ് പാസും ഇതൊക്കെ കൊണ്ട് കൊടുക്കണം ഡാനിഷിന്. പറഞ്ഞിട്ട് കാര്യം ഞാൻ പറയട്ടെ, എന്റെ ഒരു അറിവില് ഇന്നലെ കളിച്ചതിൽ ടോപ്പായിട്ട് കളിച്ചത് ഒന്ന് നോറ. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഓൻ കാരണം തന്നെ ഒരുപാട് ഗോളുകൾ നമുക്ക് സേവ് ആയിട്ടുണ്ട്. നോറ ടോപ്പ് ക്ലാസ് പ്ലെയർ ആയിരുന്നു. പിന്നെ നമ്മുടെ ബിഗ് സിംഗ്, പിന്നെ നമ്മുടെ ഹുവാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരായിരുന്നു? കോരോ സിംഗ്, ലൂണ. ഇവര് മാത്രമേ കളിച്ചിട്ടുള്ളൂ. വേറെ ആരും കളിച്ചിട്ടില്ല. എന്തായാലും
ഇഷ്ടം പോലെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഐബാന്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഫ്രെഡിന്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്ത് കഷ്ടമാണ്. എന്നാലും ശരിക്കും ഫ്രസ്ട്രേഷൻ പിടിച്ച കളി, ഈസി ആയിട്ട് ജയിക്കേണ്ട കളി കൊണ്ട് കല ഉടച്ചു എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, കൂടുതൽ എനിക്കൊന്നും സത്യം പറഞ്ഞാൽ പറയാനില്ല. ബാക്കി നിങ്ങളെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്തു. ഓക്കെ, ബൈ.